മഹത്വപ്പെടട്ടെ. കാനയിലെ വീടാണ് ഇന്നത്തെ ചിന്താവിഷയം. അവിടെ വിരുന്നിനിടയ്ക്ക് വീഞ്ഞു തീർന്നു പോവുകയാണ്. അതായത് ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ സന്തോഷം കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സമയം. പക്ഷേ യേശുതമ്പുരാൻ്റെ ഇടപെടൽ ഇരട്ടി സന്തോഷമായി ആ അന്തരീക്ഷത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതാന്തരീക്ഷങ്ങളിൽ ഇടയ്ക്ക് വലിയ സങ്കടം വന്ന് സന്തോഷം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കർത്താവിനെ ഒന്ന് കൂട്ടുപിടിച്ചാലുണ്ടല്ലോ, സങ്കടത്തിനപ്പുറത്ത് അവൻ വലിയ കൃപകൾ കൊണ്ട് സന്തോഷം കൊണ്ട് നമ്മളെ നിറയ്ക്കും. അതുകൊണ്ടല്ലേ കൽപ്പാത്രങ്ങളിൽ നിറച്ച പച്ചവെള്ളം അവനെ ആശീർവദിച്ചപ്പം വീഞ്ഞായി മാറി. നമ്മളൊക്കെ ചില നേരങ്ങളിൽ കൽപ്പാത്രങ്ങളാണ്, പുറത്താണ്, കാല് കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൽപ്പാത്രം. പക്ഷേ അതിനെ കർത്താവ് ആശീർവദിച്ചപ്പോൾ അത് അനേകർക്ക് മധുരമുള്ള വീഞ്ഞായി മാറി. കൽപ്പാത്രങ്ങൾ വീഞ്ഞാകും കേട്ടോ. ഈ ദിവസം നമ്മുടെയൊക്കെ ജീവിതം തമ്പുരാൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചാൽ മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.